2026 അതൊരു പക്ഷേ ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടുള്ളൊരു യുദ്ധത്തിന് സാധ്യതയുള്ള വർഷമായാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ എല്ലാ സൂചനകളും ഇറാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ അതിൻ്റെ ആയുധ ശക്തി കൊണ്ടും ജനകീയ പിന്തുണ കൊണ്ടുമായിരുന്നു വൻ ശക്തി രാഷ്ട്രമായ അമേരിക്കയെ പോലും നിലക്ക് നിർത്തിയിരുന്നത്. ഇറാനെതിരായ ഏതൊരു ആക്രമണത്തെയും അമേരിക്ക പോലും സൂക്ഷ്മമായി വിലയിരുത്തുന്നത് അവിടുത്തെ ജനങ്ങൾ സർക്കാരിനും ഭരണകൂടങ്ങൾക്കും നൽകുന്ന പിന്തുണ കൊണ്ടാണ്. ഇറാൻ സൈന്യത്തിലെയും ശാസ്ത്രമേഖലയിലെയും അത്യുന്നതരെ ഇസ്രയേലും അമേരിക്കയും കൊലപ്പെടുത്തിയിട്ടും പൊടുന്നനെ പ്രകോപിതരാകുന്ന ഇറാനെ ഇതുവരെ ലോകം കണ്ടിട്ടില്ല. അതിന് കാരണം ഇറാൻ ചില തന്ത്രങ്ങൾ കരുതുന്നത് കൊണ്ടാണ്. ആ തന്ത്രം ജനങ്ങളുടെ സുരക്ഷയും ജീവിതത്തിലെ അവരുടെ മെച്ചപ്പെട്ട സേവനങ്ങളും എല്ലാമാണ്. എന്നാൽ ഏത് നിമിഷവും ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുകയും ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ജനങ്ങളെയും സർക്കാരിനെയും തമ്മിലകറ്റുവാനുള്ള കുതന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു. അതിനൊടുവിലിതാ പതിയെ അവർ വിജയം കൈവരിച്ചിരിക്കുന്നു. ഇറാനിൽ ഇപ്പോൾ ജനകീയ സംഘർഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഗോത്രങ്ങൾ തമ്മിലും പ്രാദേശിക ഭരണകൂടങ്ങൾ തമ്മിലും സംഘർഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള 31 പ്രവിശ്യകളിൽ 17ലും ഇപ്പോൾ സംഘർഷം നടക്കുകയാണ്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ച പ്രക്ഷോഭം ഇപ്പോൾ സൈന്യവും പ്രക്ഷോഭകരും തമ്മിലുള്ള സംഘർഷങ്ങളിലേക്ക് വഴുതി വീഴുകയും ചെയ്തിരിക്കുന്നു. 7ഓളം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഒരാഴ്ചയായി ഇറാൻ ഇപ്പോൾ സംഘർഷഭരിതമാണ്. പലയിടത്തും സൈന്യം പ്രക്ഷോഭകരെ നേരിട്ടു. ചില ആളുകൾ കൊല്ലപ്പെട്ടു. ഇറാന്റെ പ്രധാന നഗരങ്ങളിൽ എല്ലാം ഇപ്പോൾ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. ടെഹ്റാൻ, ഇസ്ഫഹാൻ, ഷിറാസ്, കെർമൻഷാഹ് തുടങ്ങിയ വൻ നഗരങ്ങളിലെല്ലാം ജനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജനങ്ങൾ തെരുവിലാണ്. പണപ്പെരുപ്പം വർദ്ധിച്ചതും മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയാത്തതുമാണ് ഇപ്പോൾ ജനങ്ങളെ തെരുവിലേക്ക് നയിച്ചിരിക്കുന്നത്. ജീവിത ചെലവ് വർദ്ധിച്ചിരിക്കുന്നതും മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയാതെ പോകുന്നതും ഒരു കാരണമായി ഇറാൻ ജനത കാണുന്നുണ്ട്. വർഷങ്ങളായി അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്ക് നടുവിലാണ് ഇറാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഉപരോധങ്ങൾക്ക് നടുവിലും ഇറാൻ അവരുടെ എണ്ണ വ്യാപാരം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. എന്നാൽ ബ്രിട്ടനും അമേരിക്കയും പുതുതായി കർശനമായ നിയന്ത്രണം, ഉപരോധം ഇറാനുമേൽ നടത്തുന്നതിനാൽ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് ഇറാൻ്റെ എണ്ണ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇറാനുമായി മെച്ചപ്പെട്ട സഹകരണത്തിലുള്ള ഇന്ത്യ പോലും ഇപ്പോൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇതര രാഷ്ട്രങ്ങളുമായുള്ള സേവനങ്ങളോ സൗകര്യങ്ങളോ ഇറാൻ ജനതയ്ക്ക് ഇപ്പോൾ വളരെ അപ്രാപ്യവുമാണ്. ഇതിനിടെ അമേരിക്കയിൽ UN അസംബ്ലിക്ക് എത്തിയ ഇറാൻ ഉദ്യോഗസ്ഥർ അസംബ്ലി ഹാളിന് പുറത്തുള്ള ഔട്ട്ലെറ്റുകളിൽ നിന്ന് വില കൂടിയ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നതിനെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പരിഹസിച്ചിരുന്നത് വലിയ വാർത്തയായിരുന്നു മുൻപ്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഈ സേവനങ്ങൾ നൽകുന്നില്ല എന്നായിരുന്നു അവർ അന്ന് കളിയാക്കി ചോദിച്ചത്. ഭരണത്തിന്റെ സുഖത്തിൽ നിങ്ങൾക്ക് എന്തുമാകാം, പക്ഷേ രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്നും പരിമിതികൾ തന്നെ എന്നും അമേരിക്ക കളിയാക്കി ചോദിച്ചിരുന്നു. അന്ന് ആ വാർത്ത കൈകാര്യം ചെയ്തപ്പോൾ സുപ്രഭാതം ആ വാർത്തയുടെ മർമ്മം പങ്കുവെച്ചത് ഇങ്ങനെ: ഈ കളിയാക്കൽ ഇറാൻ ജനതയുടെ മനസ്സിൽ കൊണ്ടാൽ അത് ആളിക്കത്തുമെന്നായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിനെ ശരിവെക്കുന്ന കണക്കെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും വരുന്ന വാർത്തകൾ. അത്രയും ചെറുകിട വ്യാപാരികൾ പോലും സമരത്തിലാണ്. ജനങ്ങൾ മെച്ചപ്പെട്ട സേവനങ്ങൾക്കായി തെരുവിൽ. ഇതാണ് ഇസ്രയേലും അമേരിക്കയും സ്വപ്നം കണ്ട ആ നിമിഷം. കാത്തിരുന്ന് അവർ പതിയെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. പ്രക്ഷോഭത്തെ ഇറാൻ ഭരണകൂടം അടിച്ചമർത്തിയാൽ അമേരിക്ക ഇടപെടുമെന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രയേൽ അനുകൂല ട്വിറ്റർ ഹാഷ്ടാഗുകളിലെല്ലാം കാംനെയ് എലിമിനേറ്റഡ് എന്ന ക്യാമ്പയിനും ആരംഭിച്ചു കഴിഞ്ഞു. മുല്ലാക്കൾ പോകണം എന്നാണ് ഇറാൻ ജനതയുടെ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൽ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം. ഭരണകൂടത്തിൽ മാറ്റങ്ങൾ വരണം എന്നവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇസ്രയേലുമായി സംഘർഷം നടന്നപ്പോഴും നിറഞ്ഞ പിന്തുണ ഭരണകൂടത്തിന് നൽകിയിരുന്ന ജനതയിൽ ഒരു വിഭാഗമാണ് ഇപ്പോൾ ഇത്തരമൊരു ആവശ്യത്തിൽ രംഗത്തുള്ളത് എന്നോർക്കണം. കാംനെയ് രാജിവെക്കണമെന്നും കാംനെയ് തലമുറ കൈമാറ്റം നടത്തണം എന്നുമാണ് ഇവരിപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കാംനെയ് രോഗബാധിതനായി ഭരണത്തിൽ കൈകടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ട്രംപിന്റെ പുതിയ വീട്ടിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ നടന്ന ഇറാൻ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തുകയും സന്ദർഭമെത്തിയാൽ ഇറാനെ ആക്രമിക്കണമെന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തതായുള്ള സൂചനകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇറാന്റെ സ്വാധീനമുള്ള ഹൂത്തികളെ കൈകാര്യം ചെയ്യാൻ, ചെങ്കടലിന്റെ സ്വാധീനം കൈവശപ്പെടുത്താൻ, സൊമാലിയുമായി പ്രശ്നത്തിലുള്ള സൊമാലിലാൻഡുമായി
ഇറാനുമായി ഇസ്രയേൽ കരാറിൽ ഏർപ്പെടാൻ പോകുന്നതും ഈ അവസരത്തിൽ ചേർത്ത് വായിക്കണം. ആക്രമണമുണ്ടായാൽ എല്ലാ ദിശയിൽ നിന്നും ഇറാനെ വരിഞ്ഞു മുറുക്കുക എന്ന തന്ത്രമാണിപ്പോൾ ഇസ്രയേൽ പുറത്തെടുക്കുന്നത്. ഏതായാലും ഇറാൻ പ്രക്ഷുബ്ധമാണ്. ജനങ്ങൾ ഇറങ്ങി സർക്കാരിനെതിരായ പ്രക്ഷോഭം ശക്തമാക്കിയാൽ ഇസ്രയേൽ ഇടപെടുകയും പതിയെ കാംനെയെ താഴെയിറക്കാം എന്നുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയുമാണ് ഇവരുടെ പ്ലാൻ. ഈ പ്ലാൻ തകർക്കാൻ ഇറാന്റെ കയ്യിൽ എന്തുണ്ട് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാൻ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ, വലിയ തരത്തിൽ പ്രോക്സി ഗ്രൂപ്പുകൾ വളർത്തിയെടുക്കാൻ ഇറാന്റെ വരുമാനത്തിലെ നല്ലൊരു ശതമാനവും ഇറാൻ ചെലവഴിച്ചു എന്നാണ് പൊതുവെ ഇറാനിലുള്ള സംസാരം. അതുകൊണ്ട് തന്നെ ഇത് ഈ ആരോപണങ്ങളെയും അതോടൊപ്പം തന്നെ പാശ്ചാത്യ കുതന്ത്രങ്ങളെയും മറികടക്കാൻ ഇറാന്റെ കയ്യിലെ പ്ലാൻ എന്താണ് എന്നത് മാത്രമാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.